Hello everyone, welcome to Ammo's lecture room. ഇത് നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ 14th പാർട്ട് വീഡിയോ ആണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ തേർഡ് മൊഡ്യൂൾ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചറിന്റെ തേർഡ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്രോസ്പെക്ടസിനെ പറ്റി പഠിച്ചു. എന്താണ് പ്രോസ്പെക്ടസ്, എന്തൊക്കെയാണ് പ്രോസ്പെക്ടസിന്റെ കണ്ടന്റ്സ്, അതുപോലെ നമ്മൾ പല വേരിയൻസ് ഓഫ് പ്രോസ്പെക്ടസ് കണ്ടു. റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ്, abridged prospectus, shelf prospectus, prospectus by implication or deemed prospectus. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് misstatement in prospectus and their consequences, statement in lieu of prospectus, allotment of securities. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് misstatement in prospectus and their consequences നോക്കാം. Prospectus must make full and honest declaration of all material facts without concealing or omitting any relevant fact. Therefore, it is often said that a prospectus must tell the truth, the whole truth, and nothing but truth. Also, it should not conceal any fact which ought to be disclosed. This is known as the golden rule for framing prospectus. നമ്മൾ ഈ ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് എന്താണ് പ്രോസ്പെക്ടസ്, എന്തിനു വേണ്ടിയാണ് ഒരു പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെയാണ് ഒരു പ്രോസ്പെക്ടസിന്റെ കണ്ടന്റ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രോസ്പെക്ടസിൽ വരേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു കമ്പനി പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുമ്പം മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സും ഉണ്ട്, ഇമ്മേറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സും ഉണ്ട്. മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ട്സിനാണ് നമ്മൾ മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പ്രോസ്പെക്ടസിൽ മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണമെന്നാണ്. ഒരു മെറ്റീരിയൽ ഫാക്ട് പോലും മറച്ചു വെക്കുകയോ അല്ല വിട്ടുകളയുകയോ ഒന്നും ചെയ്യരുത്. എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കണം. ആൻഡ് ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ പ്രോസ്പെക്ടസിൻ്റെ അകത്ത്. അൺട്രൂ ആയിട്ടുള്ള ഒരു കാര്യവും പ്രോസ്പെക്ടസിൽ പറയില്ല. പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്രൂ ആയിരിക്കണം. ഇതാണ് ഒരു പ്രോസ്പെക്ടസ് ഫ്രെയിം ചെയ്യുമ്പം ഫോളോ ചെയ്യേണ്ട ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത്. അപ്പം പ്രോസ്പെക്ടസിൻ്റെ അകത്ത് മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ആൻഡ് തെറ്റായിട്ടുള്ള ഒരു കാര്യം പോലും പ്രോസ്പെക്ടസിൽ പറയരുത്. പ്രോസ്പെക്ടസിൽ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ട്രൂ ആയിരിക്കണം. ഒരു കാര്യം പോലും വിട്ടുകളയുകയോ ഒളിപ്പിച്ചു വെക്കുകയോ ഒന്നും ചെയ്യില്ല. മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോസ്പെക്ടസിന്റെ അകത്ത് കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. ഇഫ് ദർ ഈസ് എ മിസ്റെപ്രസെന്റേഷൻ ഇൻ ദ പ്രോസ്പെക്ടസ് ദർ മേ അറൈസ് സിവിൽ ലയബിലിറ്റി ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി. ഈ പ്രോസ്പെക്ടസിൽ എന്തേലും തെറ്റായ ഒരു പ്രസ്താവന കൊടുക്കുകയാണെങ്കിൽ അവിടെ സിവിൽ ലയബിലിറ്റിയും ക്രിമിനൽ ലയബിലിറ്റിയും ഉണ്ടാവും. ആദ്യം നമുക്ക് സിവിൽ ലയബിലിറ്റി നോക്കാം. A person who has been induced to purchase shares or debentures on the faith of a misleading prospectus has remedies against the company, directors, promoters and experts. ഇപ്പോൾ ഒരു കമ്പനി അവരുടെ ഷെയർസ് എല്ലാവരും വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രോസ്പെക്ടസിൻ്റെ അകത്ത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തിട്ട് അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് ആൾക്കാരെ കൊണ്ട് ഷെയർസ് വാങ്ങിപ്പിക്കുവാണെങ്കിൽ ആരാണോ ആ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് കമ്പനിക്കെതിരെയും കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെയും പ്രൊമോട്ടേഴ്സിൻ്റെയും എക്സ്പേർട്സിനെതിരെയും റെമഡീസ് ഉണ്ട്. ആദ്യം നമുക്ക് റെമഡീസ് അഗൈൻസ്റ്റ് ദ കമ്പനി നോക്കാം. എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഇൻഡ്യൂസ്ഡ് ടു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ് മേ rescind the contract to take the shares and claim damage. ഇപ്പോൾ ഒരു കമ്പനി അവരുടെ പ്രോസ്പെക്ടസിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ള അല്ലെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്ത് ആൾക്കാരെ കൊണ്ട് അവരുടെ ഷെയർ വാങ്ങിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ച് ഷെയർ വാങ്ങിപ്പിക്കുവാണെങ്കിൽ ആ വ്യക്തിക്ക്, ആ ഷെയർ വാങ്ങിക്കുന്ന വ്യക്തിക്ക് ആ കോൺട്രാക്ട് റദ്ദയിക്കാം അല്ലെങ്കിൽ നഷ്ടപരിഹാരം ചോദിക്കാം. റെമഡീസ് അഗൈൻസ്റ്റ് ദ കമ്പനിയിൽ ഒന്നാമത്തെയാണ് rescission of the contract. When a person has purchased the shares of a company on the faith of a prospectus which contained an untrue or misleading statement, he can seek rescission of the contract. The effect of rescission is that the person would give up the shares and get back his money with interest. അപ്പോൾ ഒന്നാമത്തെ ഒരു റെമഡിയാണ് rescission of the contract. rescission എന്ന് വെച്ചാൽ റദ്ദാക്കുക എന്നാണ്. അതായത് ഇപ്പം അൺട്രൂ ആയിട്ടുള്ള അല്ലെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോസ്പെക്ടസ് വിശ്വസിച്ച്
ഒരു വ്യക്തി ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കുവാണെങ്കിൽ ആ വ്യക്തിക്ക് ആ കോൺട്രാക്ട് റദ്ദ് ചെയ്യിപ്പിക്കാം. അങ്ങനെ കോൺട്രാക്ട് റദ്ദ് ചെയ്യുവാണെങ്കിൽ ഈ വ്യക്തിക്ക് അവരുടെ കയ്യിലുള്ള ഷെയർസ് കമ്പനിക്ക് തിരിച്ചു കൊടുക്കാം. ഷെയർസിന്റെ കാശും അതിന്റെ പലിശയും കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാം. ദിസ് റെമഡി ഈസ് അവൈലബിൾ only to those person who subscribed for any shares on the faith of the prospectus. People who purchase shares from an allottee of share or a subscriber of memorandum cannot avail this remedy. ഇതിൽ പറഞ്ഞേക്കുന്നത് ഈ ഒരു റെമഡി, അതായത് കോൺട്രാക്ട് റദ്ദാക്കി ഷെയർസ് തിരിച്ചു കൊടുത്ത് കാശും പലിശയും വാങ്ങിക്കുന്ന ഈ ഒരു രീതി പ്രോസ്പെക്ടസ് വിശ്വസിച്ച് ഷെയർസ് വാങ്ങിച്ച വ്യക്തികൾക്ക് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും അലോട്ടിയുടെ കയ്യിൽ നിന്നോ അല്ലെ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്ത ആരുടെയും ഒക്കെ കയ്യിൽ നിന്നോ ഷെയർസ് വാങ്ങിയ വ്യക്തികളാണെങ്കിൽ അവർക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ റെമഡീസ് എഗൈൻസ്റ്റ് ദ കമ്പനിക്കകത്ത് ഒന്നാമത്തെ രീതിയാണ് റിസിഷൻ ഓഫ് ദ കോൺട്രാക്ട്. ഇനി രണ്ടാമത്തെയാണ് പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് സെക്ഷൻ 26. കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 26 എന്തിനെ പറ്റിയാണ് പറയുന്നത്? കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസിനെ പറ്റിയാണ് സെക്ഷൻ 26 പറയുന്നത്. കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 26 കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസിനെ പറ്റി പറയുന്നുണ്ട്. ഒരു കമ്പനി അവരുടെ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ, അല്ലെ ഇതിനെതിരായിട്ടാണ് അവർ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് പണിഷ്മെന്റ് ഉണ്ട്. ഇഫ് എ പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 26, the company shall be punishable with the fine which shall not be less than 50,000 rupees but which may extend to 3 lakh rupees. And every person who is knowingly a party to the issue of such prospectus shall be punishable with imprisonment for a term which may exceed to 3 years or with fine which shall not be less than 50,000 rupee but which may extend to 3 lakh rupee or with both. അതായത് ഇപ്പോൾ ഒരു കമ്പനി സെക്ഷൻ 26 അനുസരിക്കാതെ അല്ലെ സെക്ഷൻ 26 എതിരായിട്ടാണ് അവരുടെ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് പണിഷ്മെന്റ് ഉണ്ട്. അതായത് ആ കമ്പനി 50,000 തൊട്ട് 3 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. കുറഞ്ഞ എമൗണ്ട് 50,000, മാക്സിമം 3 ലക്ഷം വരെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. ആൻഡ് പ്രോസ്പെക്ടസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ കൂട്ടുനിന്ന എല്ലാ പാർട്ടീസും കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത് ഈ പ്രോസ്പെക്ടസ് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ സെക്ഷൻ 26 എതിരായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ കൂട്ടുനിന്ന എല്ലാവരും ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ 3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ അല്ലെങ്കിൽ 50,000 തൊട്ട് 3 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കുകയോ അല്ലെങ്കിൽ ഇത് രണ്ടും ജയിൽ ശിക്ഷയും ഫൈനും നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ പ്രോസ്പെക്ടസ് സെക്ഷൻ 26 എതിരായിട്ടോ അല്ലെ സെക്ഷൻ 26 അനുസരിക്കാതെയോ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ കമ്പനിയും ആ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യാൻ കൂട്ടു നിൽക്കുന്നവരും പണിഷ്മെന്റ് നേരിടേണ്ടതായിട്ട് വരും. ഒരു കമ്പനി അവരുടെ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുമ്പം സെക്ഷൻ 26 അനുസരിച്ച് തന്നെ അത് പ്രിപ്പയർ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ പണിഷബിൾ ആണ്. മൂന്നാമത്തെയാണ് ഡാമേജ് ഫോർ ഫ്രോഡ്. If the misstatement in a prospectus amount to fraud, the person aggrieved is entitled to sue for compensation from the company. ഇങ്ങനെ ഒരു കമ്പനി അവരുടെ പ്രോസ്പെക്ടസിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള, അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻ കൊടുക്കുന്നത് എന്തെങ്കിലും ഫ്രോഡ്, അതായത് തട്ടിപ്പിന് വകവെക്കുവാണെങ്കിൽ ആരാണോ ആ തട്ടിപ്പിന് ഇരയാകുന്നത് ആ വ്യക്തിക്ക് കമ്പനിക്കെതിരെ കോമ്പൻസേഷന് സ്യൂ ചെയ്യാം, അതായത് കമ്പനിയോട് നഷ്ടപരിഹാരം ആവശ്യപ്പെടാം. The remedy is available only if he has rescinded the contract in time. He cannot both retain the share and claim the damage. ഇനി നഷ്ടപരിഹാരം ചോദിക്കാൻ പറ്റുന്നത് അവർ ആ കോൺട്രാക്ട് റദ്ദ് ചെയ്ത് ഷെയർ തിരിച്ചു കൊടുത്തെങ്കിൽ മാത്രമാണ്. ഷെയർ കയ്യിൽ വെച്ചോണ്ട് ഒരാൾക്ക് നഷ്ടപരിഹാരം ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കമ്പനി മിസ്ലീഡിംഗ് ആയിട്ടുള്ള പ്രോസ്പെക്ടസ് ഇറക്കി ആ പ്രോസ്പെക്ടസ് കാരണം ആരെങ്കിലും തട്ടിപ്പിനിരയാകുവാണെങ്കിൽ അവർക്ക് കമ്പനിക്കെതിരെ നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുക്കാം. ആൻഡ് ആ കേസ് കൊടുക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ആ ഷെയർ ഉണ്ടായിരിക്കാൻ പാടില്ല, ആ ഷെയർ റദ്ദാക്കി തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കാം. അപ്പോൾ ഒരു കമ്പനി മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഇതൊക്കെയാണ് കമ്പനിക്കെതിരെ വരുന്ന നടപടികൾ. ഇനി അടുത്തതെന്ന് പറഞ്ഞ റെമഡീസ് അഗൈൻസ്റ്റ് ദ പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സ്. Any person who has purchased shares or debentures of the company on faith of the prospectus containing the untrue statement may file a case against the company and also against every person who is a director of the company at the time of issue of the prospectus, has authorized himself to be named as he is named in the prospectus as a director of the company,
or has agreed to become such director, is a promoter of the company, has authorized the issue of the prospectus and is an expert referred in the subsection 5 of section 26. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പനി മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു. ആ പ്രോസ്പെക്ടസിനെ വിശ്വസിച്ച് കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്ക് കമ്പനിക്കെതിരെയും കേസ് ഫയൽ ചെയ്യാം. അതോടൊപ്പം തന്നെ ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നവർക്കെതിരെയും ആ കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ ഡയറക്ടേഴ്സ് എന്ന നിലയിൽ പേര് വന്നിട്ടുള്ളവരുടെയും അതുപോലെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആയിക്കൊള്ളാമെന്ന് എഗ്രി ചെയ്തിട്ടുള്ളവർക്കെതിരെയും ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെതിരെയും ആ തെറ്റായിട്ടുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള പ്രോസ്പെക്ടസിന്റെ ഇഷ്യൂ ഓതറൈസ് ചെയ്തിട്ടുള്ളവർക്കെതിരെയും അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 26ന്റെ സബ്സെക്ഷൻ 5ൽ പറഞ്ഞിട്ടുള്ള എക്സ്പേർട്സിനെതിരെയും കേസ് ഫയൽ ചെയ്യാം. അപ്പം മിസ്ലീഡിംഗ് ആയിട്ടുള്ള പ്രോസ്പെക്ടസിനെ വിശ്വസിച്ച് ഒരു കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് ഇത്രയും പേർക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. ചുരുക്കി പറഞ്ഞ ഡയറക്ടേഴ്സിനെതിരെയും പ്രൊമോട്ടേഴ്സിനെതിരെയും എക്സ്പേർട്സിനെതിരെയും ചതിക്കപ്പെട്ട വ്യക്തിക്ക് കേസ് ഫയൽ ചെയ്യാം. റെമഡീസ് എഗൈൻസ്റ്റ് ദ പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സിൽ ഒന്നാമത്തെയാണ് കോമ്പൻസേഷൻ അണ്ടർ സെക്ഷൻ 35. ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് ഓൾ അതർ ഹു ഹാവ് ഓതറൈസ്ഡ് ദ ഇഷ്യൂ ഓഫ് ദ പ്രോസ്പെക്ടസ് ആർ ലയബിൾ ടു കോമ്പൻസേറ്റ് പേഴ്സൺ who subscribe for shares on the faith of the prospectus for loss sustained by reason of any untrue statement in it. അപ്പോൾ അവിടെ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഒരു കമ്പനി മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു. ആ പ്രോസ്പെക്ടസിനെ വിശ്വസിച്ച് ആ കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആരൊക്കെയാണോ ആ പ്രോസ്പെക്ടസിന്റെ ഇഷ്യൂ ഓതറൈസ് ചെയ്ത് ആ പ്രോസ്പെക്ടസിന്റെ ഇഷ്യൂ ഓതറൈസ് ചെയ്ത ഡയറക്ടറും പ്രൊമോട്ടറും മറ്റെല്ലാ വ്യക്തികളും ഈ നഷ്ടം സംഭവിച്ച വ്യക്തിക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ആൻഡ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം ആ ഡയറക്ടർ ഇവിടെ ആ പ്രോസ്പെക്ടസ് വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടില്ലയോ, അതിലിങ്ങനെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെന്ന് ഡയറക്ടർക്ക് അറിയാവോ ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പം അതിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളെല്ലാം ട്രൂ ആൻഡ് ഫെയർ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ ഡയറക്ടറുടെ ബാധ്യതയാണ്. അപ്പം അതിലെന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെന്ന് ഡയറക്ടർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ ഇവിടെ ഒരു പ്രസക്തിയില്ല. അടുത്തതാണ് ഡാമേജസ് അണ്ടർ ദ ജനറൽ ലോ. Apart from the provision of the Companies Act discussed above, the general law also can be used to claim compensation against promoters, directors, etc. അപ്പോൾ ഒരു കമ്പനി ഇങ്ങനെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് അത് വിശ്വസിച്ച് കമ്പനിയുടെ ഷെയറിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് പറ്റിപ്പ് സംഭവിച്ച വ്യക്തികൾക്ക് കമ്പനീസ് ആക്ട് പ്രകാരം മാത്രമല്ല ജനറൽ ലോ പ്രകാരവും കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനും ഡയറക്ടേഴ്സിനും എതിരെ കേസ് ഫയൽ ചെയ്യാം, നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാം. ആൻ അലോട്ടി മേ ഇവോക്ക് ദ ട്രോട്ട് ലോ ടു ക്ലെയിം കോമ്പൻസേഷൻ ഓൺ പ്രൂഫ് ഓഫ് ഫ്രോഡ് ബൈ ദി പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സ് പറ്റിച്ചു എന്നുള്ളതിന്റെ പ്രൂഫ് വെച്ചുകൊണ്ട് ട്രോട്ട് ലോ പ്രകാരവും കേസ് ഫയൽ ചെയ്യാം, അല്ലെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് റെമഡീസ് എഗൈൻസ്റ്റ് ദി പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സ്. അപ്പോൾ ഒരു കമ്പനി മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കുവാണെങ്കിൽ ആ ചതിവ് സംഭവിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് കമ്പനിക്കെതിരെയും കമ്പനിയുടെ ഡയറക്ടേഴ്സിനും പ്രൊമോട്ടേഴ്സിനും എക്സ്പേർട്സിനെതിരെയും കേസ് ഫയൽ ചെയ്യാം, അവരുടെ അടുത്ത് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനും പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനുള്ളത് ക്രിമിനൽ ലൈബിലിറ്റീസ് ആണ്. അതിലൊന്നാമത്തെയാണ് പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് സെക്ഷൻ 26. കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 26 എന്തിനെ പറ്റിയാ പറയുന്നത് നമുക്കറിയാം. കണ്ടന്റ്സ് ഓഫ് പ്രോസ്പെക്ടസിനെ പറ്റിയാണ് സെക്ഷൻ 26 പറഞ്ഞിരിക്കുന്നത്. ഇഫ് എ പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദ provision of section 26 along with fine on the company, every person who is knowingly a party to the issue of such prospectus shall be punishable with imprisonment for a term which may extend to 3 years or with fine which shall not be less than 50,000 rupee but which may extend to 3 lakh rupees or with both. കുറച്ച് മുന്നേ നമ്മൾ കണ്ട ഒരു പോയിന്റ് തന്നെയാണിത്. കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 26 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ടാണ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അനുസരിക്കാതെയാണ് ഒരു കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ കമ്പനി ഫൈൻ അടയ്ക്കേണ്ടതായിട്ടും വരും. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ കൂട്ടുനിന്ന എല്ലാ പാർട്ടീസും തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതായും വരും. 3 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. അല്ലെങ്കിൽ 50,000 രൂപ തൊട്ട് 3 ലക്ഷം രൂപ വരെ ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഇത് രണ്ടും, ജയിൽ ശിക്ഷയും ഈ ഫൈനും നേരിടേണ്ടതായിട്ട് വരും. അടുത്താണ്
Criminal liability for misstatement in prospectus, where a prospectus issued, circulated or distributed include any statement which is untrue or misleading in form or context in which it include, or where any inclusion or omission of any matter is likely to mislead every person who authorized the issue of such prospectus shall be liable under section 447. അതായത് ഇപ്പോൾ ഒരു ഇഷ്യൂ ചെയ്ത അല്ലെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട അല്ലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു പ്രോസ്പെക്ടസിൻ്റെ അകത്ത് എന്തെങ്കിലും അൺട്രൂ ആയിട്ടുള്ള അല്ലെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യം ആ പ്രോസ്പെക്ടസിൽ നിന്ന് വിട്ടുകളയുകയോ ചെയ്യുവാണെങ്കിൽ ആരൊക്കെയാണോ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ ഓതറൈസ് ചെയ്ത് അവരെല്ലാവരും ലയബിളാണ് സെക്ഷൻ 447 പ്രകാരം. ഫ്രോഡ്സിനെതിരെയുള്ള പണിഷ്മെൻറ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 447. ഈ സെക്ഷൻ 447 പ്രകാരം പറ്റിക്കുന്ന വ്യക്തിക്ക് 6 മാസം തൊട്ട് 10 വർഷം വരെ തടവും, ഒന്നെങ്കിൽ ആ പറ്റിച്ച എമൗണ്ടോ അല്ലെങ്കിൽ ആ പറ്റിച്ചതിൻ്റെ 3 ഇരട്ടി എമൗണ്ടോ ഫൈൻ കൊടുക്കേണ്ടതോ ആയിട്ടും വരാം. The accused person, however, may not be liable if he proved that the statement was immaterial or that he had reasonable ground to believe and did believe up to the time of the issue of prospectus that the statement was true or the inclusion or omission was necessary. ഇപ്പോൾ ഇവിടെ കുറ്റാരോപിതനാകുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തി പണിഷ്മെൻറ്റ്സിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. സപ്പോസ് ഈ വ്യക്തിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അയാൾക്കെതിരെയുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇമ്മെറ്റീരിയൽ ആണോ അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നിടം വരെ അവർക്കത് തോന്നിയില്ല ഈ പ്രോസ്പെക്ടസിൽ കൊടുക്കുന്ന ഒരു കാര്യം മിസ്ലീഡിംഗ് ആണ് അല്ലെ അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് അവർക്ക് തോന്നിയില്ല. ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ശരിയാണ്. അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വിട്ടുകളയോ ആഡ് ചെയ്യുകയോ ചെയ്തത് അപ്പം നെസസറി ആയിരുന്നു, അപ്പോൾ അത് അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇങ്ങനെയൊക്കെ അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ലയബിലിറ്റീസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഒരു കമ്പനി അവരുടെ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുമ്പം എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ആവശ്യമുള്ള എന്തെങ്കിലും കാര്യം അതിൽ നിന്ന് ഒമിറ്റ് ചെയ്യുമോ, അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പ്രോസ്പെക്ടസിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയും അതിൻ്റെ പ്രൊമോട്ടേഴ്സും അതിൻ്റെ ഡയറക്ടേഴ്സും എക്സ്പേർട്സും ലയബിളാണ്. കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 26 പറഞ്ഞേക്കുന്നത് പ്രകാരം തന്നെ ഒരു കമ്പനി അവരുടെ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യണം. ഇനി അടുത്താണ് സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. നമ്മളിപ്പം പ്രോസ്പെക്ടസ് എന്താണെന്നുള്ളതൊക്കെ പഠിച്ചു. കമ്പനീസ് ആക്ട് അനുസരിച്ച് ഇപ്പോൾ ഒരു കമ്പനി അവരുടെ ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിരിക്കണം. സപ്പോസ് ഒരു കമ്പനി പബ്ലിക്കിൽ നിന്നല്ല പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ അവരവിടെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ, അതായത് പ്രൈവറ്റ് സെക്ടറിൽ നിന്നും ഒരു കമ്പനി ക്യാഷ് റേസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അവരൊരു ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യണം. ആ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസിനാണ് സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നതെന്ന് മനസ്സിലായി. പക്ഷേ നമ്മുടെ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഇതിപ്പോൾ ആപ്ലിക്കബിൾ അല്ല. കാരണം എന്നാന്ന് വെച്ചാൽ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഇപ്പോൾ ഒരു കമ്പനി പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ് ക്യാഷ് റേസ് ചെയ്യുന്നത് എങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ഈ സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസിന് ഒരു ആപ്ലിക്കേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസിനെ പറ്റിയും അതിൻ്റെ കോൺസിക്വൻസസിനെ പറ്റി പഠിച്ചു. അതോടൊപ്പം സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്